ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ മൊത്തം കാണുന്നൊരു ഫുട്ടേജാണ് കേട്ടോ ഈ ഒരു പെൻഗ്വിൻ്റെ ഈ ഒരു ഫുട്ടേജ്. ഇത് ഞാനപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റിസർച്ച് നോക്കി. ഇത് 2007 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡോക്യുമെൻ്ററി, വെർണർ ഹെർസോഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എൻകൗണ്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ ഒരു ഫുട്ടേജാണിത്. ഇതിൽ കാണിക്കുന്നത് വേറൊന്നുമല്ല, ഒരു പെൻഗ്വിൻ്റെ ജീവിതമാണ്. ഒരു സാധാരണ പെൻഗ്വിൻസിന് രണ്ട് തരത്തിലാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്നൊക്കെ വേണം പറയാം. അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന് അവരുടെ കോളനിയോടൊപ്പം ജീവിക്കുക, മീറ്റ് ചെയ്ത് കോളനിയോടൊപ്പം ജീവിക്കുക; രണ്ടാമത്തത് ഫുഡിന് വേണ്ടിയിട്ട് ഓഷ്യൻസിലോട്ട് പോകുക. ഈ രണ്ട് ഓപ്ഷൻസാണ് പെൻഗ്വിൻ്റെ ജീവിതത്തിലുള്ളത്. ബട്ട് ഈ ഒരു പെൻഗ്വിൻ ഈ രണ്ട് ഓപ്ഷനും ചൂസ് ചെയ്യാതെ അത് സ്വന്തമായിട്ടൊരു വേ കണ്ടെത്തി പോവുകയാണ് 70 കിലോമീറ്റർ അകലെയുള്ള ഒരു മൗണ്ടൻസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. സോ അന്നതിന് ആളുകൾ വ്യാഖ്യാനിച്ചിരുന്നത് എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ, ജീവിതം മടുത്ത് ലോൺലിനെസ് കാരണം ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ മൂലം അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഇതിനായിട്ടാണ് ആ പെൻഗ്വിൻ അന്ന് ചിത്രീകരിച്ചത്. 2010 ഇതേ വീഡിയോ തന്നെ ഡിപ്രസ്ഡ് പെൻഗ്വിൻ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് 10-18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ട്രെൻഡിങ്ങിലാവാൻ കാരണം മറ്റൊരു കാരണമാണ്, വേറെ ഒന്നുമല്ല. സാധാരണ നമ്മുടെ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ട്. സാധാരണ ജീവിതം, ഭക്ഷണം, ഉറക്കം, മീറ്റിംഗ് ഇത് മാത്രമല്ലാതെ നമുക്ക് വേറെ ജീവിത ലക്ഷ്യങ്ങൾ, വേറെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ള ഒരു ആസ്പിരേഷൻ, ആ ഒരു ആസ്പിരേഷനിലൂടെയാണ് ഇന്ന് ആ പെൻഗ്വിനെ സോഷ്യൽ മീഡിയ കാണുന്നത്. സൊസൈറ്റിയുടെ ചട്ടക്കൂടുകൾ ലംഘിച്ചുകൊണ്ട് സ്വന്തമായ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് 70 കിലോമീറ്റർ അകലെയുള്ള ആ ഒരു മൗണ്ടനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന, ചിലപ്പോൾ ആ മൗണ്ടനിൽ എത്താൻ സാധിച്ചില്ലായിരിക്കാം. കാരണം പെൻഗ്വിൻ്റെ കാര്യം അറിയാമല്ലോ, ആ ഒരു ജീവിക്ക് 70 കിലോമീറ്റർ താണ്ടി ഭക്ഷണമൊന്നും ഇല്ലാതെ 70 കിലോമീറ്റർ താണ്ടി അവിടെ എത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ബട്ട് ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് പോകുന്ന പെൻഗ്വിനെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ആസ്പിരേഷൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. ആ പെൻഗ്വിനെ ഓരോ സോഷ്യൽ മീഡിയയിൽ റീൽസും ഇതൊക്കെ കാണുന്ന ആളുകളുടെ ആസ്പിരേഷനായിട്ടാണ് ആ പെൻഗ്വിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. സൊസൈറ്റിയുടെ ചട്ടക്കൂടിൽ ലംഘിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, സ്വന്തമായിട്ടൊരു പാത്ത് ഉണ്ടാക്കി ജീവിത ലക്ഷ്യം നമ്മൾ നമ്മുടേതായിട്ട് കരുതുന്ന ജീവിത ലക്ഷ്യത്തിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നവർക്കുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ ആ ഒരു പെൻഗ്വിനെ കാണുന്നത്.